ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ച അല്ലെങ്കിൽ എല്ലാവർക്കും ഡൗട്ട് ഉള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ലീസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സെറ്റ് ചെയ്യാം, ആ ഒരു സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ആവശ്യം, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിസിനസിന്റെ ആവശ്യകത, വൈ ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആദ്യമൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ആരുടെങ്കിലും ഒക്കെ കീഴില് വർക്ക് ചെയ്യാനായിരിക്കും സേഫ് അല്ലേ, സേഫ് അതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് അനുസരിച്ച് എല്ലാവരും കുറെയൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ എല്ലാവർക്കും നോർമൽ ഒരു അവരെന്നെ വീട്ടിലിരുന്ന് എന്തെങ്കിലും വേറെ ഒരാളെ കീഴിൽ വർക്ക് ചെയ്യാണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തി തുടങ്ങി. അതെ, നമുക്ക് അതിനുള്ള സോഴ്സസ് ഉണ്ട്, പിന്നെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാണ്. ഒരുപാട് പേര് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോ നമ്മളൊരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് അല്ലെ. നമ്മൾക്ക് ചെയ്തോരെ ഇപ്പൊ സ്റ്റെപ്പ് നമ്മളിപ്പോ ഇവിടെ ഒരു ഫാമിലിക്ക് എത്താനേക്കാളും മുന്നേ നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതെ, നമ്മൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോ ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇറക്കി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സംഭവമൊക്കെയാണ്. പിന്നെ ലാസ്റ്റ്, ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന, നമ്മൾ മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് സംഭവങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണോ ഇങ്ങനെ ഒരു ഫേം ഉണ്ടാക്കാനായിട്ട് ഫണ്ട് സെറ്റ് ചെയ്തത്, അപ്പൊ അതിന്റെ കുറച്ച് ടിപ്സും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിൽ, അപ്പൊ അതൊക്കെ നമുക്ക് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒരാളെ കൊണ്ട് ആ ഒരു ടൈമിൽ കൂടിയിരുന്ന ഒരു സംഭവമായിരുന്നില്ല. പ്രത്യേകിച്ച് കൊറോണ ടൈം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ടൈം ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം. അപ്പൊ നമ്മളുടെ എല്ലാവർക്കും അറിയാം പൈസയുടെ ഒരു കുറവ്. ആർക്കും വർക്കില്ല, വർക്ക് കുറവാണ്. നമുക്ക് പെട്ടെന്ന് എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ബേസിക് നമുക്കൊരു നമുക്ക് എന്ന് പറയാൻ ചെയ്യാനായിട്ട് ഒരു ഫസ്റ്റ് നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായാലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അവിടെ നിന്ന് കിട്ടുന്ന സാലറി കാര്യങ്ങള്, അതെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൊറോണ എന്ന് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനിലോട്ട് ഒരിക്കലും വരില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ചെയ്യാൻ പോവാനുള്ള ബുദ്ധിമുട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഫീൽഡ് നമ്മൾ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മാത്രമല്ല ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒന്ന് രണ്ട് പേരെ കൂടെ നമുക്ക് അന്വേഷിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും ഇപ്പൊ മാഡത്തിന് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, ഹിതേനെയും നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാറാണ് അല്ലെ. അപ്പൊ സാറ് നമ്മളടുത്ത് ഈ ഒരു പ്ലാൻ പറയാണ്. അപ്പൊ അന്ന് സൂരജ് മീറ്റിംഗ്സിനൊന്നും വന്നിട്ടില്ല, അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടായില്ല. വേറൊരു ഓഫീസിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫുൾ കമ്മിറ്റ്മെന്റ്സ് കളഞ്ഞു. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മൾ വർക്ക് ചെയ്തതിന്റെ പേരില് നമുക്കൊരു ഫൗണ്ടേഷൻ, ചെറിയ രീതിക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ഈ ഫൗണ്ടേഷനിലാണ് നമ്മൾ ഈ ഒരു ഫേം ബിൽഡപ്പ് ചെയ്തത്. നമ്മളിപ്പോ പറയുമ്പോ ഫേം ഭയങ്കര പ്രോഫിറ്റബിൾ കാര്യങ്ങൾ അങ്ങനെയൊന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് നമ്മൾ എക്സിസ്റ്റ് ആയി പോകുന്നുണ്ട് അല്ലെ, നമ്മളിപ്പോ സർവൈവ് ചെയ്ത് പോകുന്നു, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചില ബിസിനസ്സുകൾ നമുക്ക് ചിലവരുടെ ഭയങ്കര ഗ്രോത്ത് നമ്മൾ കാണാറുണ്ട് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും. പക്ഷെ നമ്മളുടെ ഒക്കെ ഭയങ്കര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് മാത്രമാണ് നടക്കുന്നത്. ഒരു ടൈമിലും അതിൻ്റെതായ വ്യത്യാസം നമുക്ക് കാണാം. അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ പിന്നെ കുറച്ചാളെ നമ്മൾ അതിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് വെക്കുമ്പോൾ അത് നമുക്ക് ഇത്തിരി ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ നിങ്ങളിത് ചെയ്തു, പിന്നെ പതുക്കെ ഞാൻ ഇങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് ഞാൻ അഡ്മിഷൻസ് കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് ബേസ് അഡ്മിഷൻ ആണല്ലോ. അപ്പൊ നമ്മളത് അപ്പൊ നിങ്ങളായിട്ട് കോണ്ടാക്ട്, അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ നമുക്ക് മുന്നായാലും അവിടുത്തെ ഓഫീസുകളിൽ നിന്നായാലും
എന്ത് ബേസ് എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുകയാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ചെയ്യുക. ഈ ഒരു ഫീൽഡിലുള്ളവരായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അവരുടെ എന്താണ് നമ്മളൊരു സർവേ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് കാഷ്വൽ ഫോൺ കോളിലൂടെ നമുക്ക് അവർക്ക് എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ബിസിനസ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളൊരു ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് എമൗണ്ട് റേസ് ചെയ്യലാണ്. അപ്പൊ നമ്മൾ എമൗണ്ട് റേസ് ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്, അന്ന് നമുക്ക് ഭാരതീയ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ റണ്ണിങ് ഉള്ളൊരു ടൈമാണ്. അന്ന് നമ്മളൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അന്നൊരു 5 MBA അഡ്മിഷൻസ് 5-6 MBA അഡ്മിഷൻസ് കുറച്ച് UG അഡ്മിഷൻസ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അതെ അതെ, നമ്മളെ കയ്യിൽ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ആ ഒരു ഫണ്ടൊക്കെ വെച്ചിട്ടും പിന്നെ ഇപ്പൊ ഞങ്ങളെ മാത്രമല്ല മെയിൻ സാറിന്റെ ഒരു സപ്പോർട്ട് നല്ല രീതിക്ക് അന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സപ്പോർട്ടിന്റെ പേരിലും ആള് കുറച്ച് പൈസ ഇറക്കി നമ്മളിതൊരു ജസ്റ്റ് നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് 1 lakh ആണ് ഇട്ടിരുന്നത്. 1 lakh ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇത്ര വലിയ സെറ്റപ്പ് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ഓഫീസ് റൂം മതി. ആ റൂമിൽ നമുക്ക് ഒരു ടേബിളും ചെയറും ഒരു 3 കസേരയും മതി നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരു സിസ്റ്റം ഉണ്ട്, വാങ്ങാം. അതൊക്കെ അത്ര പ്ലാൻ, അത് 1 lakh. ഇതാണ് നമ്മളുടെ മൈൻഡിലുണ്ടായത്. അപ്പൊ നമ്മള് ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഇത്ര ബഡ്ജറ്റ് ഇട്ടെങ്കിൽ കൂടിയും നമുക്കത് എസ്റ്റാബ്ലിഷ് ആയി വരുമ്പോ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒരു 2 ഇരട്ടി നമുക്ക് അങ്ങനെയാണല്ലോ. നമുക്കിപ്പോ ചെലവുകൾ കൂടുകയാണ്. ആ ഒരു ടൈം നമുക്ക് എപ്പോഴും ഞങ്ങളുടെ എന്താണ് എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഭവമാണ്, നമ്മൾ ടൈമിനനുസരിച്ചിട്ട് ബിസിനസ് ഇറക്കണം പുതിയത്. ആ ഒരു ടൈമില് ഇപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂര് അങ്ങനെ വേറെ എഡ്യൂക്കേഷൻ ഫോംസ് ഉണ്ടായിരുന്നില്ല. ചെറുതിപ്പോ ഞങ്ങളൊരു ഫ്രണ്ട് തന്നെ തൊട്ട് മുന്നേ 2 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് നമ്മളോട് തുടങ്ങിയത്. പിന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത് ക്ലോസ് ചെയ്തു പോയായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മള് ആ ഒരു ഏരിയ എന്തായാലും ഞങ്ങള് ജോലിയിൽ അവിടെ റിസൈൻ ചെയ്തായിരുന്നു ആ ടൈം ആയപ്പോഴത്തേനും. പിന്നെ സാറിനാണെങ്കിലും സാറിങ്ങനെ ഫ്രീലാൻസ് ആയിരുന്നു. ഫ്രീലാൻസ് പോലെ നമ്മുടെ കേസായിട്ട് നമുക്ക് പ്രഷറും ഉണ്ടായിരുന്നു ജോലി. പിന്നെ പതുക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറി തുടങ്ങിയായിരുന്നു, എന്തെങ്കിലും ചെയ്യണം. പിന്നെ വീട്ടിൽ കൊറോണ സമയത്ത് വെറുതെ ഇരുന്ന് ഫുള്ള് കാര്യങ്ങൾ വെറുതെ ആകെ നമ്മളുടെ ലൈഫ് ടൈമില് ഒരു 6 മാസം ചുമ്മാ വീട്ടിലിരുന്നത് കൊറോണ ടൈമിലാണ്. അപ്പൊ നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്തു, ഇങ്ങനെ ഒരു പ്ലാൻ വന്നു. അപ്പൊ പ്ലാൻ വന്നപ്പോ പിന്നെ നമ്മൾ റിസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പ്ലാൻ വന്ന് നമ്മളത് എടുത്തു. നമ്മൾ സെലക്ട് ചെയ്ത പ്ലേസ് കൊടുങ്ങല്ലൂരായിരുന്നു. കാരണം ഞങ്ങളുടെ വീട് ഇരിഞ്ഞാലക്കുടയാണ്, സാറിന്റെ വീട് ഇവിടെ നല്ല ദൂരത്താണ്, തൃപ്രയാറ് ആ ഒരു പരിസരം വാടാൻപള്ളി പരിസരത്താണ്. ബട്ട് പിരിഞ്ഞാലക്കുട നമുക്ക് വേറെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ടൈമില്. അതെ, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇരിഞ്ഞാലക്കുടയില്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാപനം അത്തരത്തിൽ കൊടുങ്ങല്ലൂർ അഭാവം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഫേമിന്റെ. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ ചൂസ് ചെയ്തു. പിന്നെ നമുക്ക് ഇപ്പൊ ഇരിഞ്ഞാലക്കുട ആണെങ്കിൽ പോലും അഡ്മിഷൻസിന് കോണ്ടാക്ട് ചെയ്തിരുന്ന കുട്ടികൾ ഈ ഒരു ഏരിയന്നായിരുന്നു. കൊടുങ്ങല്ലൂർ, ചാവക്കാട്, എന്താണ് ആ ഒരു ഏരിയ, ഈ ഒരു പടിഞ്ഞാറ് സൈഡിൽ നിന്നാണ് നമുക്ക് അഡ്മിഷൻസ് കൂടുതൽ എൻക്വയറീസ് വന്നിരുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു സംഭവം കൂടെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കോസ്റ്റ് നമ്മൾ വളരെ മിനിമൽ ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത് ഫണ്ട്. കാരണം നമുക്ക് പക്ഷെ ഈ ബിൽഡിങ്ങിലൊക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ ബിൽഡിങ്ങിൽ നമ്മൾ പകുതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അഡ്വാൻസ് കൊടുക്കണം. നമുക്കത് ഭയങ്കര കൂടുതലായിരുന്നു. എമൗണ്ട് ഞാൻ പറയണില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും അപ്പുറത്തായിരുന്നു. അതെ, അഡ്വാൻസ് വേണം. അത് അഡ്വാൻസ് എമൗണ്ട് റീഫണ്ടബിൾ ആണ്. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഇതിന് മാറുന്നത് ആ ടൈമിൽ നമുക്ക് ഫണ്ട് കിട്ടും. അത് റീഫണ്ടബിൾ ആണ്, പക്ഷെ നമുക്ക് ആ ടൈമിന് ഇത് ഇറക്കണം. പിന്നെ ഇൻഫ്ര സെറ്റ് ചെയ്യണം. നമുക്ക് ചെയ്ത് വരുമ്പോ കുറച്ചും കൂടെ ഭംഗിയാക്കണം, അല്ലേ? നമുക്കത് അതെ, നമുക്ക് പിന്നെ ഞങ്ങള് പറഞ്ഞിരുന്നു നമുക്ക് ചെറിയ സെറ്റപ്പ് മതി, അങ്ങനെ മതി. പക്ഷെ അവർ സമ്മതിച്ചു, സാറമാണെങ്കിൽ വേറെ ആരാണെങ്കിലും സമ്മതിച്ചില്ല. ചെയ്യുമ്പോ അത് എന്തായാലും ചെയ്തേക്ക്, നമുക്ക് പിന്നെ നോക്കണ്ടല്ലോ. അതെ, അപ്പൊ നമ്മൾ ചെയ്തപ്പോ കുറച്ച് ഒരു റിക്വയർഡ് ഓഫീസ് സ്പേസ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ അത് തന്നെയാണ് ചെയ്തത്. നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നു കേട്ടോ. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടണം എന്നില്ല.
പിന്നെ ഫർണിച്ചേഴ്സ്, ബേസിക് ഫർണിച്ചേഴ്സ് മാത്രമാണ് നമ്മൾ വാങ്ങിയത്. അത് നമ്മൾ എന്താ ചെയ്തെന്നുണ്ടെങ്കിൽ അല്ല, നമ്മള് ഫർണിച്ചർ ചിലത് ഫർണിച്ചേഴ്സ് നമുക്ക് സെക്കൻഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഈ സംഭവം തന്നെ ഫോർ എക്സാമ്പിൾ ഇതിനിപ്പോ നമ്മള് 3000-4000 അത്ര ഒരു റേഞ്ചിലൊക്കെ വാങ്ങിയതാണ്. ചെയേഴ്സ് ഒക്കെ അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തു, ചെറിയ രീതിക്ക് എവിടെയാണ് കൊടുക്കുന്നത് ആ ഒരു എമൗണ്ട് നോക്കി സെറ്റ് ചെയ്തു. അപ്പൊ മിനിമൽ റിസോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫസ്റ്റ് നമുക്ക് ബിസിനസ് ഒന്നും ഓടി വരില്ല. ഒന്നാമത്തെ നമ്മുടെ കയ്യിലുള്ള ചിലപ്പോ 2 അഡ്മിഷൻ ഉണ്ടായിരുന്നു, അതുപോലെ അഡ്മിഷൻസ്. പിന്നെ നമ്മൾക്ക് കിട്ടിയ നമുക്കൊരു ലിസ്റ്റ് ഓഫ് പിള്ളേര് എന്ന് പറയുന്നത് എന്താ പറയാ നമ്മൾ ചെയ്തു കൊടുത്ത സർവീസസ് കാരണം അങ്ങനെയൊക്കെയാണ്. അതാണ് നമ്മുടെ ബാക്കപ്പ് കുട്ടികളുടെ അവരുടെ ഫ്രണ്ട്സിനെ റെഫറൻസുമാണ് നമ്മുടെ ബിസിനസ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ഒരാൾക്ക് ചെയ്തു കൊടുത്ത സർവീസ് അത് ബെറ്ററായി. നമ്മള് ഫണ്ട് മാത്രമല്ലാണ്ട് നമ്മൾ അന്ന് ചില സമയത്ത് നമ്മൾ അവരോട് നമ്മൾ ലാസ്റ്റ് സമയത്ത് കൊണ്ട് ഭയങ്കര പൈസ, പിന്നെ ആ ടൈമിൽ എല്ലാവർക്കും ഭയങ്കര എമൗണ്ട് പ്രശ്നമായിരുന്നു. ഞങ്ങൾ തുടങ്ങിയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൾ ടൈമാണ് സമയം. അപ്പൊ നമ്മള് ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഫസ്റ്റ് അഡ്മിഷൻസ് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ ആകെ ഒരു 500 രൂപ 2000 രൂപ നമുക്ക് മാർജിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് കുറെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് നമുക്ക്. പക്ഷെ അതൊക്കെ നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോ ആ സമയത്ത് നോക്കുമ്പോ നമുക്ക് ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ ഇതിങ്ങനെ ചെയ്തു പോയി 500 രൂപ കിട്ടിയ. പക്ഷെ നമുക്ക് പിന്നെ അത് ആലോചിക്കുമ്പോൾ സംഭവം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരാളുടെ 500 കിട്ടി, പക്ഷെ ആള് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് 1000 പറഞ്ഞു, അതിന്റെ പകുതി കിട്ടിയുള്ളൂ. പക്ഷെ ആള് കാരണം റെഫർ ചെയ്ത് കിട്ടുന്ന വേറൊരാളുടെ നമുക്കൊരു സെയിം ഇതും കൂടി പിന്നെ വളർന്ന് അപ്പൊ 2 ആളായി. പിന്നെ ഇത് അങ്ങനെ മാറിപ്പോകുമ്പോ നമുക്ക് പിന്നെ നമ്മളിപ്പോ സംബന്ധിച്ച് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഭയങ്കര ഡിമ്മ് ടൈം തന്നെയാണ്. കാരണം നമ്മളില് മെയിൻ ആയിട്ട് ആശ്രയിച്ചിരുന്ന യൂണിവേഴ്സിറ്റി ഭാരതീയ യൂണിവേഴ്സിറ്റിയാണ്. അതെ, നമുക്ക് അഡ്മിഷൻ നമുക്ക് ഫസ്റ്റ് 1-2 ബാച്ചോട് കൂടെ തന്നെ നമുക്കൊരു നിയർ ബൈ 1000-700-800 പിള്ളേര് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് 2 ബാച്ചാണ് നമ്മൾ ഓഫീസ് തുടങ്ങിയിട്ട് കിട്ടിയിട്ടുള്ളത്. 2 ബാച്ചിൽ നമുക്ക് അത്ര കുട്ടികളെ കിട്ടിയിരുന്നു. ഇനിയും കുട്ടികള് ഇരട്ടിച്ചാണ്, പക്ഷെ അപ്പോഴത്തേനും ക്ലോസ് ചെയ്തു. സെമസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ അപ്പൊ അങ്ങനെ കുറെ നമുക്ക് തുടങ്ങാം. നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ വലിയ സുഖമാണെന്നൊന്നും തുടങ്ങിയിട്ട് കാര്യമില്ല. റിസ്ക് മാത്രമാണ് നമ്മൾ ഏറ്റെടുത്ത് വെക്കുന്നത്. ഭയങ്കര റിസ്ക് ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വലിയ സുഖകരമായിട്ടുള്ള ടൈമൊന്നല്ല. ബട്ട് സ്റ്റിൽ വി മാനേജ്. നമുക്ക് അതിനപ്പുറത്ത് നമ്മൾ വേറൊരു ഓപ്ഷൻസ് ഇപ്പൊ ഓൺലൈൻ ഡിഗ്രീസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ കുറെ അത്യാവശ്യം നല്ല നല്ല പ്ലാറ്റ്ഫോംസ് കാര്യങ്ങള്. അതെ, ഇപ്പൊ നമ്മൾ യൂട്യൂബ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പൊ നമ്മളുടെ പിള്ളേര് ആ ഒരു 1000 പിള്ളേരിൽ നിൽക്കേണ്ട നമ്മൾ ഇപ്പൊ നമുക്ക് നിയർ ബൈ 5K സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അതിനെക്കാട്ടിലും സബ്സ്ക്രൈബേഴ്സിനും കൂടുതൽ ആൾക്കാർ നമ്മളെ വ്യൂവേഴ്സ് ഉണ്ട്. പിന്നെ യൂട്യൂബ് ചെയ്ത സമയത്ത് നമുക്ക് ഇപ്പോഴും മോണിറ്റൈസേഷൻ ആയി, പക്ഷെ നമുക്ക് ഇൻകം ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. അതിനൊന്നും നമുക്ക് വിഷമില്ല. കാരണം നമുക്ക് ഒരുപാട് കണക്ഷൻസ് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ സർവീസസുകളായാലും അതുപോലെ തന്നെ കുറെ പേര് ഭാരതീയാറിന്റെ ബാച്ച് നിർത്തിപ്പോയി. യൂണിവേഴ്സിറ്റീസ് സെന്റേഴ്സ് കുറെ നിർത്തിപ്പോയി. അപ്പൊ അവർക്ക് എവിടെ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേന്ന് വെച്ച് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ അവർക്ക് ഉപകാരപ്പെട്ടു. അപ്പൊ അങ്ങനെ നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ്. സ്റ്റിൽ നമ്മൾ സർവൈവ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവൈവ് ചെയ്ത് പോകുന്നു. ബിസിനസ്സിൽ ഉയർച്ചകളും താഴ്ചകളും എപ്പോ വേണമെങ്കിലും ഉണ്ടാവാം. പിന്നെന്താ, നമുക്ക് ഇതിൽ പറയേണ്ട ആൾക്കാർ വന്നിട്ടില്ല അല്ലെ. ഇപ്പൊ അവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാറാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഹിത മാഡം ആണെന്ന് വെച്ച് കഴിഞ്ഞാലും അവരില്ല. അപ്പൊ നമ്മൾ അവരുടെ അഭാവത്തിലാണ് നമ്മൾ പറയുന്നത്. ഇത്തിരി കൂടി ഞങ്ങളെക്കാളും കൂടുതൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആള് മുന്നേ വർക്ക് ചെയ്ത് ആളുടെ ചില ആള് പോയി വർക്ക് ചെയ്ത എക്സ്പീരിയൻസുകൾ കാര്യങ്ങൾ പറയും. അപ്പൊ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് നമുക്ക് സാറിനും അത്യാവശ്യം ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. സോ നമുക്ക് അങ്ങനെ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് പറയാൻ സാധിച്ചാണ്. എക്സ്പീരിയൻസ് അവര് അങ്ങനത്തെ ഒരു ഇതില് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. പിന്നെ അതിനുശേഷം വേറെ വേറെ നമുക്ക് ബ്രാഞ്ചസ് വേറെ വന്നു. ലൈക്ക് ഇപ്പോൾ വാടാൻപിള്ളിയില് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു സാറ്. ലൈക്ക് ആഫ്റ്റർ നമുക്ക് ചങ്ങരംകുളത്ത് ഉണ്ട് ഓഫീസ് ഉണ്ട്. അത് മുൻപ് ഉണ്ടായിരുന്നു. തൃശ്ശൂര് ഉണ്ട്. നമ്മളെല്ലാവരും സെയിം വേവ് ലെങ്ത് ഉള്ള കുറച്ച് ആൾക്കാർ
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും വേണം ഒരു സംഭവം, ഒരു ഇമ്പാക്ട്. അതെ അതെ, ഭാരതിയാർ തന്നെയാണ് നമ്മള്. പക്ഷെ പിന്നെ നമ്മളെന്തെങ്കിലും അതായത് അതൊരു വേറൊരു ഫീൽഡ് ആയിട്ട് ടൈം തന്നെയായിരുന്നു. കാരണം ഭാരതിയാർ നിർത്തി അന്നാണ് നമ്മുടെ കയ്യിൽ കുറച്ച് അഡ്മിഷൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പക്ഷെ ഭാരതിയാർ നിർത്തി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചായാലും അത് ആ പിള്ളേര് ആദ്യം പറഞ്ഞത് നമുക്ക് അഡ്മിഷൻസ് ഇനി ചെയ്യേണ്ട, ക്ലോസ് ചെയ്യാം. പക്ഷെ അവിടെ നിന്ന് നല്ലൊരു യൂണിവേഴ്സിറ്റി തപ്പി കണ്ടുപിടിക്കാനും നമുക്ക് കുറച്ച് ടൈം എടുത്തു. പിന്നെ അതിൽ നിന്നും അതായത് നമുക്ക് ഓരോ ഇഷ്യൂസ് എപ്പോഴും ഇപ്പൊ നമ്മുടെ ലൈഫിലാണെങ്കിൽ അങ്ങനെയാണ്, ഓരോ ഇഷ്യൂസ് വരും, സോർട്ട് ഔട്ട് ചെയ്യും, വീണ്ടും ഇഷ്യൂസ് വരും. അഡ്മിഷൻ എടുത്ത കാര്യം പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മളിപ്പോ ഭാരതിയാറിന്റെ സമയത്ത് ചെയ്തപ്പോ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോയി. നമ്മൾ പെട്ടെന്ന് ഒരു സമയത്താണ് ഇനി ഭാരതിയാർ ബാച്ച് ഇല്ല. അപ്പൊ നമ്മൾ പിന്നെ എന്താ വേറെ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കും. അതെന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി നമ്മൾ പിന്നെ മുന്നേ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെ പറ്റി പഠിക്കാനും കാര്യങ്ങളും അതിന് കുറെ ടൈം പിന്നെ പിള്ളേരൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം. അതെ, സ്റ്റിൽ ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് ഭാരതിയാറിന്റെ തന്നെയാണ് വരുന്നത്. അതെ, നമ്മളുടെ ഒരു പീരീഡ് ആണ്, അത് നോക്കിയിട്ട് കാര്യമില്ല, അത് ചേഞ്ച് ആവും. നമുക്കിപ്പോ കൂടുതൽ നമ്മൾ ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്യുമ്പോഴും എന്തൊക്കെയാണെങ്കിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ കാലങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. സോ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മള് സർക്കംസ്റ്റാൻസസ് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് ഈ ഞങ്ങളുടേതാണെങ്കിലും ചെറിയ രീതിക്ക് ഇങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ട്. നമ്മൾ ഈ ഒരു ബാക്കപ്പിന്റെ പുറത്താണ് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ അതിലേക്ക് എത്തി ആ ഒരു സംഭവം നമ്മൾ മുൻപ് ഇങ്ങനൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഇപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, ഇപ്പൊ ആ കുട്ടീനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കൂടെ +2 പഠിച്ചൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക, അവരെ ഞാൻ ഇപ്പോഴും കണക്ട് ചെയ്യുന്നത് അവര് നമ്മളോട് അഡ്മിഷൻ എടുത്തു, പിന്നെ അവര് വേറൊരാളെ റെഫർ ചെയ്യുന്നു. ഈ റെഫർ ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ടിന് തീർച്ചയായിട്ടും ചെറിയ രീതിക്ക് കമ്മീഷൻ കൊടുക്കും. ഈ ഒരു സെറ്റപ്പ് നമ്മളെല്ലാവരും, അതായത് ഇപ്പൊ ഈ എന്താണ് ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ, സാഹചര്യമല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ചെറിയൊരു പ്രോഫിറ്റ് കമ്മീഷൻ ആയാലും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളത് സേവ് ചെയ്യും. ഇപ്പൊ 2000 അല്ലെങ്കിൽ 1000 കിട്ടുള്ളതിന് നമ്മളൊരു ഹാഫ്. അപ്പൊ നമുക്ക് 500 ഫണ്ട് കിട്ടി കഴിയുമ്പോ നമുക്ക് കുറച്ച് കഴിയുമ്പോ വീണ്ടും അടുത്തൊരാളും കൂടി എങ്ങനെയും റെഡി ആക്കാം. അപ്പൊ ആ ഒരു അങ്ങനെ ഒരുപാട് പേര് നമുക്ക് കണ്ടിന്യൂസ് അഡ്മിഷൻസ് തരുന്ന കുട്ടികളുണ്ട്. അവർക്ക് അതിനനുസരിച്ച് നമ്മള് എന്താണ് ബെനിഫിറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കുറച്ചാള് മുൻപാണ് അത് കാര്യമായിട്ട് വിപുലമായത്. അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഡാറ്റ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡാറ്റ നമ്മൾ കൊടുത്തിരുന്നു. നമ്മളിപ്പോ ഇനി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിനെയോ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരില്ലല്ലോ ഇവിടെ പ്രധാനം. ഞങ്ങളുടെ പേരുള്ള സ്റ്റാറ്റസോ ഞങ്ങളുടെ നമ്പറോ ഒന്നും ആരും അങ്ങനെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ യൂസ് യുവർ ഓൺ ഐഡന്റിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള സോഴ്സസ് യൂസ് ചെയ്യാം, അഡ്മിഷൻസ് ക്യാച്ച് ചെയ്യാം. അതായത് സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ സാധിക്കും. ആക്ച്വലി ഇതൊരു സെയിൽസ് ആണ്, മാർക്കറ്റിംഗ് തന്നെയാണ്. ബട്ട് ഇതിനൊരു എത്തിക്സ് ഉണ്ട്. നമ്മൾ നമ്മളുടെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോ ചില പിള്ളേർ ഇപ്പോഴും പറഞ്ഞേക്കാം, ഫ്രണ്ട്സിനെ റെഫർ, അവർക്ക് എന്തെങ്കിലും എമൗണ്ട് കുറച്ച് കൊടുത്താൽ മതി, എനിക്ക് കമ്മീഷൻ വേണ്ട, അവർക്ക് എന്തെങ്കിലും എമൗണ്ട് നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി, അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ചിലർ പൈസക്ക് ബുദ്ധിമുട്ടുള്ളവർ നമുക്ക് കമ്മീഷൻ, അത് ഒരു എന്താണ് അവരുടെ ഒരു അവകാശം തന്നെയാണ്. അവര് അത്ര സംസാരിച്ച് നമുക്ക് കണക്ട് ചെയ്ത് വരുന്നു. അപ്പൊ അവർക്ക് നമ്മളുടെ ചെറിയൊരു എമൗണ്ട് അതെ, നമ്മളിപ്പോ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക്. ആളുടെ അടുത്ത് എന്റെ ഫ്രണ്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഓട്ടോമാറ്റിക്കലി അയ്യോ അത് വേണ്ട, വേറൊരു സ്ഥലത്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അപ്പൊ നമ്മള് ഒരുപാട് പേര് ഇപ്പൊ അതിന് മുന്നേ എന്റെ 2-3 ഫ്രണ്ട്സ് ഒക്കെ അഡ്മിഷൻസ് എടുത്തിട്ടുണ്ട്. അവര് ഓൺലൈൻ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വീഡിയോ കാണുന്ന അത് എത്ര പേര് കാണും അത് അങ്ങനെയൊന്നും നമുക്കറിയില്ല. എത്ര പേര് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. ലൈക്ക് നമ്മൾ ഒരുപാട് ആഡുകൾ കാണുന്നുണ്ട്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ ഇത് ബേസിക്കലി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് അതിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം, നിങ്ങളുടെ ഫ്രീ ടൈമിൽ മാത്രം വർക്കിന് പോകുന്ന ഒരാളാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറെ ആൾക്കാർ ഇപ്പോൾ പുറത്ത് എബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്നവർ അവിടെ ഉള്ളവരെ റെഫർ ചെയ്ത് തരും നമുക്ക്.
ഈ ആൾക്കും കൂടെ ഡിഗ്രി വേണം, ആൾക്കും കൂടെ PG വേണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ലീഡ്സ് കൺവേർട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതെ, നമുക്ക് അതില് അവരറിയിക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും കമ്മീഷൻ ബേസിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു വെറുതെ ഇരിക്കുന്ന ഒരാളായിക്കോട്ടെ, ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസിന് പഠിക്കുന്ന ആളോ വീട്ടിലിപ്പോ വർക്ക് ചെയ്യാൻ പോവാത്ത സെറ്റപ്പ് ഉള്ള ആളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് നമ്മളെ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണിത്. വേറെ എക്സാമ്പിൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവന് പഠിക്കാൻ, അതായത് അവന് വീട്ടിൽ പഠിക്കാനുള്ള ഡിഗ്രി ചെയ്യണമെന്നായിരുന്നു. അപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അവരിങ്ങനെ ഫീസ് അടയ്ക്കാൻ അവന്റെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തു. അപ്പൊ ഞാനൊരു ചെറിയ എമൗണ്ട് ഇപ്പൊ അവൻ എന്റെ പൈസ മേടിക്കും. അപ്പൊ ഞാൻ അപ്പൊ എമൗണ്ട് ആ ഫീസ് കാര്യങ്ങള് അടയ്ക്കുമ്പോ അപ്പൊ അങ്ങനെയും കുറെ പേര് അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനെ പഠിക്കുന്നവർ അങ്ങനെ നമ്മളെ സ്റ്റുഡൻസിനോട് ഫേവർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ഇത്തിരി ഫീസ് കൂടുതലുള്ള യൂണിവേഴ്സിറ്റിയിൽ നല്ല രീതിക്ക് കമ്മീഷൻ റേഞ്ച് ഉണ്ടാവും. ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അത് കുറവായിരിക്കും. അപ്പൊ യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ചോദിക്കും ഞങ്ങൾ എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിനെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ പറ്റി ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങളിപ്പോ തികച്ചും സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കണ പോലെ പുറമേന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതെ. പക്ഷെ നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവര് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇതുപോലെ സോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ നമ്മളത് മുന്നേ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ചിലപ്പോ പെട്ടെന്ന് അത് നമ്മള് എന്താണ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവണ സംഭവമൊന്നല്ല. അപ്പൊ നമ്മള് പലരുടെ അടുത്തും ചോദിച്ച് ഫസ്റ്റ് ഞാൻ ചിലപ്പോ പറയുമ്പോ ഞാൻ നോക്കിട്ട് പറയാം, ചോദിച്ചിട്ട് പറയാം, അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ ഈ കറണ്ട് ടൈമിൽ എനിക്കൊരു 4-5 യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളേക്ക് നോക്കിയാൽ നമുക്ക് ആ സമയത്ത് അതെ നമ്മളത് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിനെ പറ്റി വിശദമായിട്ട് വീഡിയോസ് ചാനലിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓൺ കോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് നമ്മളെന്താണ് പറഞ്ഞു കൊടുക്കും. കുറെ പിള്ളേര് അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ടെലികോളേഴ്സിന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതില് അവരിപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് മിനിമൽ റിസോഴ്സസ് വെച്ചിട്ട് കുറെ പേർക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുറെ പേര് അഡ്മിഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് നിങ്ങളൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരിയോ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളിൽ എന്റെ വീട്ടിൽ പൈസ ഇല്ല ബിസിനസ്സിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ആരും വീട്ടിൽ പൈസ കുഞ്ഞിനെ കൂടിയിട്ട് അതൊന്നല്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും ആരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കില്ല ബിസിനസ്സിൽ എന്താ ലാഭമില്ലാത്തതെന്നോ ഇതെന്താ ഇങ്ങനെ നിങ്ങൾക്ക് വരുമാനം ഇല്ലയെന്നൊന്നും ആരും ചോദിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല, നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് കണക്ട് ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. അതിൽ ആരും നമ്മളുടെ അടുത്ത് ഉത്തരവാദിത്വം ചോദിക്കാൻ വരില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് അതാണ്, നമ്മൾ ഉണ്ടാക്കിയ പൈസ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നല്ല കാര്യങ്ങൾ ചെയ്യാം, മോശം കാര്യങ്ങൾ നമുക്ക് സുഖകരമായിട്ട് ചെയ്യാം. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്ത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ എളുപ്പമല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് എന്നാൽ മാത്രമാണ് നമ്മളൊരു സംഭവം എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്, ഗ്രാസ് റൂട്ട് സ്റ്റേജിൽ തന്നെ വേണമെങ്കിൽ പറയാം. ഈ സ്റ്റേജിൽ നമ്മൾ കണക്കിലാക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാലത്തും ഇപ്പൊ നമുക്കിപ്പോ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പൊ ഒരു ചാനൽ ഇല്ലാണ്ട് വീട്ടിൽ സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ആരും നമുക്ക് കേൾക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പറയും ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ആണ് അങ്ങനെ പറയാം. അതെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇപ്പൊ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിപ്പോ കുറച്ച് പേര് കേൾക്കും. നിങ്ങൾ പരമാവധി ഇങ്ങനെ ചെയ്യുന്ന ആഗ്രഹമുള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അവർക്കൊക്കെ അതായത് നമ്മളൊരു ബാക്കിയുള്ളൊരു ഉപദ്രവമല്ലല്ലോ, ബാക്കിയുള്ളവരോട് പറയണം ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പൊ അവന്റെ കാര്യം ഓക്കെ ആവാണെന്നുണ്ടെങ്കിൽ അവരൊരു കമ്മീഷൻ വർക്ക് ചെയ്തില്ല വെറുതെ ഇരുന്ന പൈസ കിട്ടുന്നതല്ല, അവൻ വർക്ക് ചെയ്ത പൈസ തന്നെയാണ് അവന് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡയലോഗ് പറയാം, എളുപ്പത്തിൽ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാം. ഇത് വലിയ എളുപ്പമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കാലത്ത് എളുപ്പമൊന്നുമല്ല. നമുക്ക് സംസാരം നമുക്ക് 10 പേരോട് പറഞ്ഞാലാണ് നമ്മളിപ്പോ ഡെയിലി എത്ര പേരെടുത്ത് സംസാരിക്കുന്നത്, അതായത് അതെ അങ്ങനെ വിചാരിക്കും
പക്ഷെ അത് ചിലപ്പോ അത് കഴിഞ്ഞിട്ട് ചിലപ്പോ അത് അവരെ പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. നമ്മള് ഒരു 1 വീക്കോളം ഒരാളെ ഫോളോ അപ്പ് ചെയ്ത് ഇരുന്ന് ആ ആള് ചിലപ്പോ ബ്ലോക്ക് ഒക്കെ ചെയ്ത് പോകണത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ എന്താണ് അത് അതെ നമുക്ക് ബിസിനസ്സിലുള്ള കാര്യമാണ്. അത് അവർക്ക് ഒരു ആവശ്യമുള്ള ടൈം ആകുമ്പോഴാണ് മാക്സിമം. അപ്പൊ പല കാര്യങ്ങളും ഇതിലിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. അപ്പോ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ടെലഗ്രാം ഗ്രൂപ്പ്, ടെലഗ്രാമിലോ അല്ലെങ്കിൽ ടെലഗ്രാമിനെക്കാളും എനിക്ക് നല്ലത് കോൾ ചെയ്താൽ മതി. വാട്സ്ആപ്പ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്പർ കൊടുത്താലും കമന്റ് ചെയ്താലും മതി. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കി ഫർദർ വീഡിയോസിൽ ഇതിന്റെ യൂണിവേഴ്സിറ്റീസ്, നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് പുറത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി വീഡിയോസ് കാര്യങ്ങൾ, അതുപോലെ അതെന്ത് ഇപ്പൊ ഡിസ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ഓൺലൈൻ റെഗുലർ ആണോ അല്ലെ റെഗുലർ ആണോ എങ്ങനെ ഏത് കോഴ്സിന്റെ വേണമെന്ന് നമുക്ക് അതിന്റെ നിങ്ങൾ പറയാൻ ബ്രീഫ് പറഞ്ഞു കൊടുക്കാം. അപ്പൊ കറക്റ്റ് ഒരു 2 പാർട്ടായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആളുടെ അടുത്ത് പറയുമ്പോ അത് നേരെ ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ട് പറയാൻ, ഇപ്പൊ ഡയറക്റ്റ് അയച്ചു കൊടുത്ത് അവരോട് ഇന്നതാന്ന് പറയാൻ വേറെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ ഈ വീഡിയോക്ക് തരുന്ന സപ്പോർട്ടിനനുസരിച്ചിരിക്കും നമ്മളുടെ നെക്സ്റ്റ് വീഡിയോന്റെ കാര്യങ്ങള്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു തവണ വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിക്കുള്ള സപ്പോർട്ടാണ് കിട്ടിയത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഇനി പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നമ്മൾക്ക് ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് കിട്ടിയാൽ പറ്റും കൂടുതൽ വീഡിയോസ്. അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഉദ്ദേശിച്ചത്. ഇതിനെപ്പറ്റി ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് us. അപ്പൊ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.